വടകര മീത്തലെ മുക്കാളിയിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിൽ. സംരക്ഷണ ഭിത്തിക്കായി നിർമ്മിച്ച ഫൗണ്ടേഷനും ഇരുമ്പ് കമ്പികളും ഉൾപ്പെടെ തകർന്നു. മണ്ണിടിച്ചിൽ നടന്ന ഭാഗത്ത് താമസിക്കുന്ന വീട്ടുകാരും ആശങ്കയിലാണ്. വടകര മീത്തലെ മുക്കാളിയിൽ ദേശീയപാത വികസനം നടക്കുന്ന ഭാഗത്താണ് സുരക്ഷാ ഭീഷണി ഉയർത്തി വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടം നടന്നത്. കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ഇരുമ്പ് കമ്പികളും ഫൗണ്ടേഷനും ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നു. ഇതിന് തൊട്ടുമുകളിലുള്ള ഭാഗത്തെ വീടുകളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആളുകൾ വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് അപകട വിവരം അറിയുന്നത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിക്ക് ഒരു ഭീകര സൗണ്ടും കേട്ടോ. ഞാൻ കട്ടിലുമ്പോൾ കിടക്കുമ്പോൾ കട്ടിലടക്കം കുലുങ്ങിക്ക് ഓടി വന്നപ്പോൾ താഴെ കാണുന്നത് ഇവിടെ മൊത്തം ഉണ്ടായിരുന്ന ഇവര് വാർക്കാൻ പറ്റിയിരുന്ന പലകളെല്ലാം മൊത്തം റോഡുകളായിരുന്നു. ഈ സാധനം വന്ന് തെറിച്ച് വല്ല വണ്ടിക്ക് വീണൊന്നും അറിയില്ല. നമ്മള് മേലെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് ആളും വണ്ടിയൊക്കെ കാണുന്നത്. നേരത്തെയും വടകര മീത്തലെ മുക്കാളി ഭാഗത്ത് മഴക്കാലത്ത് ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അശാസ്ത്രീയമായ സോയിൽ നെയിലിംഗ് രീതിയാണ് ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതെന്ന ആരോപണം അന്നു മുതൽ തന്നെ ശക്തമാണ്. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിക്കാരുടെ ഈ അശാസ്ത്രീയ നടപടി വടകര MP ഷാഫി പറമ്പിൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പ്രദേശവാസികളും രാഷ്ട്രീയ പാർട്ടികളും അശാസ്ത്രീയ രീതിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. അതിനുശേഷമാണ് ശാശ്വത പരിഹാരമെന്ന നിലയിൽ മീത്തലെ മുക്കാളിയിൽ കോൺക്രീറ്റ് വാൾ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ആ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. മണ്ണിടിഞ്ഞു വീണ ഭാഗത്തിന് തൊട്ടുമുകളിലായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. സ്വന്തം വീടുകൾ ഏത് നിമിഷവും നിലംപൊത്തുമോ എന്ന വലിയ ആശങ്കയിലാണ് ഇവർ കഴിയുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.